വഖഫ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ബൊക്കലിംഗ മഠാധിപതി കുമാര ചന്ദ്രശേഖരനാഥ സ്വാമിക്കെതിരെ കർണാടക സർക്കാർ രംഗത്ത്. കർണാടകയിൽ വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പ്രസംഗിച്ചതിന് സ്വാമിക്കെതിരെ നേരത്തെ ഉപ്പർപോട്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തോട് നാളെ കോടതിയിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരെ സായിദ് അബ്ബാസ് എന്നയാൾ നൽകിയ ഹർജിയിലാണ് ചന്ദ്രശേഖരനാഥ സ്വാമിക്കെതിരെ പോലീസ് വെള്ളിയാഴ്ച എഫ്ഐആർ ഫയൽ ചെയ്തത്. ഡിസംബർ 2 രാവിലെ 11 മണിക്ക് ഹാജരാകാൻ അദ്ദേഹത്തോട് പോലീസ് ആവശ്യപ്പെട്ടു. കർഷകരുടെ ഭൂമിയിൽ അധിനിവേശം നടത്തിയ വഖഫ് ബോർഡിന്റെ നോട്ടീസുകളെ അപലപിച്ച് കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘ് നവംബർ 26-ന് ബംഗളൂരുവിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിലാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരെ വിശ്വ ബൊക്കലിംഗ സംസ്ഥാന മഠത്തിന്റെ തലവനായ കുമാര ചന്ദ്രശേഖരനാഥ സ്വാമി പ്രസംഗിച്ചത്. അതേസമയം വഖഫ് അധിനിവേശ വിഷയത്തിൽ ഇടപെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കർഷകരുടെ ഭൂമി തരം മാറ്റുകയും വഖഫ് നിയമപ്രകാരം ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കർണാടക സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വഴിയാണ് ജില്ലാ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം കൈമാറിയത്. കർണാടകയിലെ വിവിധ ജില്ലകളിൽ കർഷകരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശ തർക്കം ഉന്നയിച്ച വിഷയം വിവാദമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിഷയത്തിൽ ഇടപെട്ട് രംഗത്ത് വന്നത്. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദർ കുമാറിനെ നേരിട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു സിദ്ധരാമയ്യ നടപടിക്ക് നിർദ്ദേശം നൽകിയത്. റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച എല്ലാ നോട്ടീസുകളും റദ്ദാക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടും പ്രശ്നം കെട്ടടങ്ങാതായതോടെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നീക്കമുണ്ടായത്. വിജയപുര, കൽബുർഗി, ഹുബള്ളി എന്നീ ജില്ലകളിൽ നിരവധി ഇടങ്ങളിൽ കർഷകരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് ഉടമസ്ഥാവകാശം സ്ഥാപിച്ചതായി ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് കർഷകർക്ക് നോട്ടീസ് അയച്ചിരുന്നു. വിഷയം BJP സംയുക്ത പാർലമെന്ററി സമിതി മുൻപാകെ എത്തുകയും സമിതി അധ്യക്ഷൻ കർണാടകയിലെത്തി നേരിട്ട് കർഷകരിൽ നിന്ന് തെളിവ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. വഖഫ് ബോർഡിന്റെ നടപടി ബുദ്ധിമുട്ട് നേരിടുന്ന കർഷകരുമായി വഖഫ് ബില്ല് 2024 സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അധ്യക്ഷ ജഗദാംബിക പാൽ നവംബർ 7-നായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. കർണാടകയിലെ ഹുബള്ളിയിലും വിജയപുരയിലുമായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം വഖഫ് നിയമത്തിന്റെ പേരിൽ കർഷകർ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകി കർണാടക സർക്കാർ ഒരിക്കൽ കൂടി രംഗത്ത് വന്നിരുന്നു. ഭൂമി മ്യൂട്ടേഷൻ രേഖകൾ മാറ്റുകയോ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകുകയോ ചെയ്താൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്നാണ് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കർണാടക വഖഫ് ബോർഡിന് ഭൂമി കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിർദ്ദേശം വന്നതും. മ്യൂട്ടേഷൻ റെക്കോർഡുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മുൻ ഉത്തരവുകൾ പിൻവലിക്കുവാനും റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദർ കുമാർ ജില്ലാ ഉദ്യോഗസ്ഥർക്ക് കത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. കൃഷിഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് വിജയപുരയിലെ നിരവധി പ്രദേശങ്ങളിലെ കർഷകർക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിലെ ആശങ്കകൾ പരിഹരിക്കാൻ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനമായതും. വഖഫ് അവകാശവാദങ്ങൾ മൂലം കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സിദ്ധരാമയ്യ സർക്കാർ പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകി. കർഷകർക്ക് വഖഫ് ബോർഡ് നൽകിയ 423 ഒഴിപ്പിക്കൽ നോട്ടീസുകൾ റദ്ദാക്കിയതായും കർണാടക വ്യവസായ മന്ത്രിയായ MV പട്ടേൽ അറിയിച്ചിരുന്നു. കർഷകരുടെയോ ആരാധനാലയങ്ങളുടെയോ പൊതുജനങ്ങളുടെയോ സ്വത്ത് വഖഫ് ബോർഡ് ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.